പഠിക്കുമ്പോൾ ക്ലാസ്സിലെ ടോപ്പറായിരുന്ന പല കുട്ടികളും ജീവിതത്തിൽ എവിടെയും എത്താതെ പോകുന്നു. അതേസമയം ബാക്ക് ബെഞ്ചേഴ്സ് വലിയ ബിസിനസ്സുകാരോ ലീഡർമാരോ ആയി മാറുന്നതും നമ്മൾ കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പലരും വിചാരിച്ചിരിക്കുന്നത് ജീവിതത്തിൽ വിജയിക്കാൻ നല്ല ബുദ്ധിശക്തി അഥവാ IQ മാത്രം മതിയെന്നാണ്. പക്ഷേ സത്യമതല്ല. ലോകത്തെ മാറ്റിമറിച്ച വലിയ വ്യക്തികളുടെ വിജയരഹസ്യം IQ അല്ല, മറിച്ച് EQ അഥവാ ഇമോഷണൽ ഇന്റലിജൻസ് ആണ്. എന്താണ് ഈ ഇമോഷണൽ ഇന്റലിജൻസ്? എങ്ങനെയാണത് നിങ്ങളുടെ ജീവിതത്തെയും കരിയറിനെയും മാറ്റിമറിക്കാൻ പോകുന്നത്? ഒരു കാട്ടിൽ ഭാസുരകൻ എന്ന ഒരു സിംഹമുണ്ടായിരുന്നു. ഒരു ദിവസം സിംഹത്തിന് ഭക്ഷണമാകാൻ വിധിക്കപ്പെട്ടത് ഒരു പാവം മുയലായിരുന്നു. മരണത്തെ മുഖാമുഖം കണ്ടിട്ടും ആ മുയൽ കരഞ്ഞുകൊണ്ട് ഓടിയില്ല. പകരം അവൻ തന്റെ ഏറ്റവും വലിയ ആയുധം പുറത്തെടുത്തു, അവന്റെ EQ. വൈകി വന്ന മുയലിനെ കണ്ട സിംഹം ദേഷ്യം കൊണ്ട് വിറച്ചു. എന്താടാ നീ വൈകിയത് എന്നലറിയ സിംഹത്തോട് മുയൽ വളരെ തന്ത്രപൂർവം പറഞ്ഞു, പ്രഭു, ഞാൻ വരികയായിരുന്നു, പക്ഷേ വഴിയിൽ എന്നെ മറ്റൊരു സിംഹം തടഞ്ഞു. നിങ്ങളെക്കാൾ കരുത്തൻ അവനാണത്രേ. ഇവിടെയാണ് കളി മാറിയത്. ബുദ്ധിയുള്ള സിംഹം ചിന്തിക്കേണ്ടതായിരുന്നു, ഈ കാട്ടിൽ വേറെ സിംഹം എവിടുന്നാണ് എന്ന്. പക്ഷേ ദേഷ്യം വന്നതോടെ സിംഹത്തിന്റെ യുക്തി നശിച്ചു. മുയൽ സിംഹത്തെ ഒരു കിണറ്റിൻകരയിലെത്തിച്ചു. വെള്ളത്തിൽ സ്വന്തം നിഴൽ കണ്ട സിംഹം അത് ശത്രുവാണെന്ന് കരുതി എടുത്തുചാടി. അങ്ങനെ ശക്തിമാനായ സിംഹം സ്വന്തം ദേഷ്യം കാരണം ജീവൻ കളഞ്ഞു. ദുർബലനായ മുയൽ തന്റെ വൈകാരിക ബുദ്ധി കൊണ്ട് രക്ഷപ്പെടുകയും ചെയ്തു. ജീവിതത്തിൽ ഇതുതന്നെയാണ് സംഭവിക്കുന്നത്. IQ നിങ്ങളെ സ്കൂളിൽ ജയിപ്പിക്കും, പക്ഷേ EQ നിങ്ങളെ ജീവിതത്തിൽ ജയിപ്പിക്കും. EQ വർദ്ധിപ്പിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. 1. മൂഡ് ഓഫ് എന്ന കെണിയിൽ വീഴാതിരിക്കുക. എന്താ ഇന്നൊരു മൂഡ് ഓഫ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തോന്നുന്നത്? അത് ദേഷ്യമാണോ, നിരാശയാണോ, അതോ വെറും വിശപ്പാണോ? ഇനി മുതൽ മൂഡ് ഓഫ് എന്ന് പറയുന്നതിന് പകരം കൃത്യമായ വികാരം എന്താണെന്ന് തിരിച്ചറിയുക. എനിക്കിപ്പോൾ ദേഷ്യമാണ് വരുന്നത് എന്ന് നിങ്ങൾ സ്വയം സമ്മതിക്കുമ്പോൾ തന്നെ ആ വികാരത്തിന് നിങ്ങളുടെ മേലുള്ള പിടി അയഞ്ഞു തുടങ്ങും. 2. ജീവിതം രക്ഷിക്കുന്ന പോസ് ബട്ടൺ, ദ പവർ ഓഫ് ദ പോസ്. ഒരമ്മ തന്റെ കുഞ്ഞിനെ പോലെ ഒരു കീരിയെയും ലാളിച്ചു വളർത്തിയിരുന്നു. കീരി പെട്ടെന്ന് വളർന്നു. അവൻ അമ്മയോടും കുഞ്ഞിനോടുമൊപ്പം കളിക്കുകയും ഭക്ഷണം കഴിക്കുകയും ചെയ്തു. ഒരു ദിവസം അമ്മ തന്റെ കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി അകലെയുള്ള കിണറ്റിൽ നിന്നും വെള്ളമെടുക്കാൻ പോയി. തിരിച്ചു വരുമ്പോൾ കാണുന്നത് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന തന്റെ വളർത്തമൃഗമായ കീരിയെയാണ്. അയ്യോ, ഇവൻ എന്റെ കുഞ്ഞിനെ കൊന്നു. ആ അമ്മയുടെ ഉള്ളിൽ തീ പടർന്നു. രണ്ടാമതൊന്നും ആലോചിച്ചില്ല. കയ്യിലിരുന്ന മൺകുടം കീരിയുടെ തലയിലേക്ക് വലിച്ചെറിഞ്ഞു. കീരി അവിടെ തന്നെ മരിച്ചു. പക്ഷെ ഉള്ളിലേക്ക് ഓടിച്ചെന്ന അമ്മ കണ്ട കാഴ്ച എന്താണെന്നോ? തന്റെ കുഞ്ഞ് സുഖമായി ഉറങ്ങുന്നു. തൊട്ടിലിന് താഴെ കീരി കടിച്ചുകൊന്ന ഒരു വിഷപ്പാമ്പ് കിടക്കുന്നു. ആ അമ്മയ്ക്കു പറ്റിയ തെറ്റെന്താണ്? ദേഷ്യം വന്നപ്പോൾ വെറും 10 സെക്കൻഡ് ഒന്ന് പോസ് ചെയ്യാൻ അവർ മറന്നുപോയി. നമുക്കും ഇത് സംഭവിക്കാം. ദേഷ്യം വരുമ്പോൾ മറുപടി പറയുന്നതിനു മുൻപ് ഒരു 10 സെക്കൻഡ് എണ്ണുക. ആ ചെറിയ ഇടവേള വലിയ ദുരന്തങ്ങൾ ഒഴിവാക്കും. 3. എന്തുകൊണ്ട് എന്ന് ചോദിക്കുക. ആസ്ക് വൈ. ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയാൽ തിരിച്ച് ദേഷ്യപ്പെടുന്നതിനു മുൻപ് ചിന്തിക്കുക, ഇയാൾ എന്തുകൊണ്ടായിരിക്കും ഇപ്പോൾ ഇങ്ങനെ പെരുമാറിയത്? ചിലപ്പോൾ അവരുടെ വീട്ടിലെ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ സാമ്പത്തിക ബാധ്യതയാകാം. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ ദേഷ്യം മാറി അവിടെ സഹതാപം വരും. 4. വിമർശനങ്ങളെ വളമായി മാറ്റുക. ഗ്രേസ്ഫുൾ റിസപ്ഷൻ ഓഫ് ക്രിറ്റിസിസം. വിമർശനങ്ങൾ കേൾക്കുമ്പോൾ തളരരുത്. അതിൽ വല്ല കാര്യവുമുണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അത് തിരുത്തി വളരുക. ഇല്ലെങ്കിൽ അതൊരു വായു മാത്രമാണെന്ന് കരുതി തള്ളിക്കളയുക. 5. കേൾക്കാൻ പഠിക്കുക. ആക്റ്റീവ് ലിസണിംഗ്. സംസാരിക്കുന്നതിനേക്കാൾ പ്രധാനം കേൾക്കുന്നതാണ്. ഒരാൾ സംസാരിക്കുമ്പോൾ ഫോണിൽ നോക്കാതെ അവരുടെ കണ്ണുകളിലേക്ക് നോക്കി ശ്രദ്ധിക്കുക. ലോകത്ത് ഒരാൾക്ക് നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനം നിങ്ങളുടെ ശ്രദ്ധ, അറ്റൻഷനാണ്. കേൾക്കാൻ പഠിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഴിവാണ്. പ്രശസ്തനായ ഒരു ഗുരുവിന്റെ അടുക്കൽ ഒരു രാജകുമാരൻ വിദ്യ അഭ്യസിക്കാനെത്തി. ആയോധന കലകളും ഭരണതന്ത്രങ്ങളും പഠിച്ച ശേഷം തന്റെ വിദ്യാഭ്യാസം പൂർത്തിയായി എന്ന് രാജകുമാരൻ കരുതി. എന്നാൽ ഗുരു പറഞ്ഞു, ഇല്ല, നീ ഇനിയും ഒരു പാഠം കൂടി പഠിക്കാനുണ്ട്. അതിനായി നീ ഈ കൊടും കാട്ടിലേക്ക് ഒറ്റയ്ക്കു പോകണം.
അവിടെ താമസിച്ച് ആ കാട്ടിൽ നിന്ന് നീ കേൾക്കുന്ന ശബ്ദങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചുവന്ന് എന്നോട് പറയണം. രാജകുമാരൻ കാട്ടിലേക്ക് പോയി. 1 മാസത്തിനു ശേഷം അവൻ തിരിച്ചെത്തി. ഗുരു ചോദിച്ചു, നീ എന്തൊക്കെയാണ് കേട്ടത്? രാജകുമാരൻ ആവേശത്തോടെ പറഞ്ഞു, ഗുരു, ഞാൻ കിളികളുടെ പാട്ട് കേട്ടു, ഇലകളുടെ മർമ്മരം കേട്ടു, കാറ്റിന്റെ ഇരമ്പൽ കേട്ടു, വന്യമൃഗങ്ങളുടെ ഗർജനം കേട്ടു. ഗുരു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നന്ന്, പക്ഷേ നിന്റെ പഠനം പൂർത്തിയായിട്ടില്ല. നീ വീണ്ടും കാട്ടിലേക്ക് പോകുക. ഇനിയും കേൾക്കാത്തത് കേൾക്കാൻ ശ്രമിക്കുക. രാജകുമാരൻ നിരാശനായെങ്കിലും വീണ്ടും കാട്ടിലേക്ക് പോയി. ഇത്തവണ അവൻ മാസങ്ങളോളം അവിടെയിരുന്നു. ആദ്യം കേട്ട ശബ്ദങ്ങൾക്കപ്പുറം എന്താണ് ഉള്ളതെന്ന് അവൻ ഏകാഗ്രതയോടെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അവന്റെ മനസ്സ് ശാന്തമായി. തിരിച്ചെത്തിയ രാജകുമാരനോട് ഗുരു അതേ ചോദ്യം ചോദിച്ചു. ഇത്തവണ രാജകുമാരൻ ശാന്തനായി പറഞ്ഞു, ഗുരു, ഇത്തവണ ഞാൻ കേട്ടത് വേറെ ചിലതാണ്. വിരിയുന്ന പൂവിന്റെ ശബ്ദം ഞാൻ കേട്ടു. പുല്ലിനു മുകളിൽ മഞ്ഞുതുള്ളി വീഴുന്ന ഒച്ച ഞാൻ കേട്ടു. സൂര്യപ്രകാശം ഭൂമിയിൽ പതിക്കുന്നതിന്റെ താളം ഞാൻ കേട്ടു. ഗുരു പറഞ്ഞു, ഇപ്പോൾ നിന്റെ വിദ്യാഭ്യാസം പൂർത്തിയായി. മറ്റുള്ളവർക്ക് വ്യക്തമായി കേൾക്കാൻ കഴിയാത്ത കാര്യങ്ങൾ, ദി അൺഹേർഡ്, കേൾക്കാൻ സാധിക്കുന്നവനാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്. ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കേൾക്കൽ എന്നതും ശ്രദ്ധിച്ചു കേൾക്കൽ എന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. പലപ്പോഴും ആളുകൾ പറയുന്നത് വെറും വാക്കുകൾ മാത്രമായിരിക്കും. എന്നാൽ നല്ലൊരു കേൾവിക്കാരന് ആ വാക്കുകൾക്ക് പിന്നിലെ വികാരം, ഭയം അല്ലെങ്കിൽ ആഗ്രഹം എന്നിവ തിരിച്ചറിയാൻ സാധിക്കും. ഭൂരിഭാഗം ആളുകളും മറ്റുള്ളവരെ കേൾക്കുന്നത് മനസ്സിലാക്കാനല്ല, മറിച്ച് തിരിച്ചു മറുപടി പറയാനാണ്. എന്നാൽ യഥാർത്ഥ ശ്രോതാവ് മനസ്സ് ശാന്തമാക്കി മുൻവിധികളില്ലാതെ കേൾക്കുന്നു. 6. നിങ്ങളുടെ ട്രിഗറുകൾ തിരിച്ചറിയുക. ഐഡന്റിഫൈ യുവർ ട്രിഗേഴ്സ്. ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളെ പെട്ടെന്ന് ദേഷ്യം പിടിപ്പിക്കുന്നത്? അത് മുൻകൂട്ടി അറിഞ്ഞാൽ യുദ്ധത്തിന് മുൻപ് ശത്രുവിനെ അറിയുന്നത് പോലെയാണ്. ആ സാഹചര്യം വരുമ്പോൾ നിങ്ങൾക്ക് തയ്യാറെടുത്തു നിൽക്കാം. 7. സഹാനുഭൂതി അഥവാ എംപതി. ഇതൊരു വലിയ കഴിവാണ്. ആ അന്ധനായ മനുഷ്യന്റെ കഥ ഓർമ്മയില്ലേ? കൂരിരുക്കത്ത് ഒരു വിളക്കുമായി നടക്കുന്ന അന്ധനെ കണ്ട് ഒരു യുവാവ് പരിഹസിച്ചു. കണ്ണു കാണാത്ത താങ്കൾക്ക് എന്തിനാണ് വിളക്ക്? അദ്ദേഹം നൽകിയ മറുപടി യുവാവിനെ ഞെട്ടിച്ചു കളഞ്ഞു. മോനെ, ഈ വെളിച്ചം എനിക്കുള്ളതല്ല. ഇരുട്ടത്ത് വരുന്ന കണ്ണു കാണുന്ന നിങ്ങളെപ്പോലെയുള്ളവർ എന്നെ വന്ന് തട്ടി നീഴാതിരിക്കാൻ വേണ്ടിയാണിത്. തന്റെ കാര്യം മാത്രം നോക്കാതെ മറ്റുള്ളവർക്കെന്ത് സംഭവിക്കും എന്ന് ചിന്തിക്കുന്നതാണ് യഥാർത്ഥ എമ്പതി. 8. ശരീരഭാഷ സംസാരിക്കട്ടെ. മാസ്റ്റർ യുവർ ബോഡി ലാംഗ്വേജ്. വാക്കുകളേക്കാൾ ശക്തി നിങ്ങളുടെ ശരീരഭാഷയ്ക്കാണ്. പുഞ്ചിരിയോടെ, തലയുയർത്തി, കണ്ണുകളിൽ നോക്കി സംസാരിക്കുക. അത് മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാക്കും. 9. നന്ദിയുള്ളവരാകുക. കൾട്ടിവേറ്റ് ഗ്രാറ്റിറ്റ്യൂഡ്. ഇല്ലാത്തതിനെ ഓർത്ത് സങ്കടപ്പെടാതെ ഉള്ളതിനെ ഓർത്ത് സന്തോഷിക്കുക. ദിവസവും നിങ്ങൾക്ക് ലഭിച്ച 3 നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അത് നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കും. 10. തെറ്റുകൾ ഏറ്റെടുക്കുക. ഓണർഷിപ്പ്. തെറ്റുപറ്റിയാൽ അതെ, എനിക്ക് തെറ്റുപറ്റി, ഞാനത് തിരുത്താം എന്ന് പറയാൻ കാണിക്കുന്നതാണ് യഥാർത്ഥ ധൈര്യം. അത് നിങ്ങളുടെ വില കുറയ്ക്കില്ല, കൂട്ടുകയേയുള്ളൂ. ഓർക്കുക, ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടിയേക്കാം, പക്ഷേ ആ ജോലിയിലും ജീവിതത്തിലും സന്തോഷം കണ്ടെത്താൻ ഇമോഷണൽ ഇന്റലിജൻസ് കൂടിയേ തീരൂ. നന്ദി.